ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് കുക്കിംഗ് പ്ലസ് ഒരു ഈവനിങ് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു വ്ളോഗാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ ഒരു ബീഫ് പാസ്ത ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ആദ്യം തന്നെ പാൻ ചൂടാക്കി ബട്ടറും സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്ത് ചെറുതായി അരിഞ്ഞ ഗാർലിക് ഇട്ട് ഒന്ന് സോട്ട് ചെയ്ത് സവാള പിന്നെ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും ക്യാപ്സിക്കവും ഒന്ന് വരേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഒറിഗാനോ, ഇത്രയും മസാലയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഉപ്പും കൂടിയും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് കീമയാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് ചിക്കനും പകരം ആഡ് ചെയ്യാം. ഞാനിവിടെ ബീഫ് കീമയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബീഫ് കീമ കൊണ്ട് പാസ്ത ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടിയും ആഡ് ചെയ്യണം കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടിയും ആഡ് ചെയ്ത് ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഇവിടെ വെച്ച് എല്ലാതും പാളിപ്പോയി. ലഞ്ച് കൊണ്ടുപോകാൻ ടൈം വൈകിയപ്പോൾ എനിക്ക് ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബീഫ് കുക്കായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്തയും കുറച്ച് മിൽക്കും കൂടി ഒഴിച്ച് ഒന്ന് വേവിക്കാം. പിന്നെ അതിലേക്ക് മൊസറല്ല ചീസും കൂടി ആഡ് ചെയ്ത് ഒറിഗാനും കൂടി ആഡ് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. ബട്ട് അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മളൊരു ഹെയർ കട്ടിന് വേണ്ടി താഴേക്ക് പോവാണ്. നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ നേരെ താഴെയാണ് ഷോപ്പ് വരുന്നത്. ഹെയർ കട്ട് ചെയ്യാൻ ഭയങ്കര ചാടി തുള്ളി പോയിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് കരഞ്ഞിട്ടാണ് പോകുന്നത്. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, പോകുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും, ലാസ്റ്റ് കരഞ്ഞിട്ടാണ് പോരുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.